എല്ലാവർക്കും ബഹുമാന്യനും ഏറ്റവും പ്രിയങ്കരനുമായ ശ്രീ എസ് എം സാർ വിഷയം അവതരിപ്പിച്ച് സംസാരിക്കുന്ന പത്മശ്രീ ഡോക്ടർ എം ആർ രാജഗോപാൽ, ഡോക്ടർ സി വി പ്രശാന്ത്, അഡ്വക്കേറ്റ് ജെ സന്ധ്യ, ശ്രീ ജോൺ ഡാനിയൽ, സീനിയർ സിറ്റിസൺ സർവീസ് കൗൺസിലിന്റെ ജില്ലാ സംസ്ഥാന ഭാരവാഹികളെ, ഈ സമ്മേളനം ശ്രമിക്കാൻ എത്തിച്ചേർന്നിരിക്കുന്ന പ്രിയപ്പെട്ട മുതിർന്ന പൗരന്മാർ, സുഹൃത്തുക്കളെ, സീനിയർ സിറ്റിസൺ സർവീസ് കൗൺസിലിന്റെ 13ാം സംസ്ഥാന സമ്മേളനം ഒക്ടോബർ മാസത്തില് കോട്ടയത്ത് വെച്ച് നടക്കുക. ഒക്ടോബർ 17, 18, 19 തീയതികളിലാണ് നടക്കുന്നത്. അതിന്റെ മുന്നോടിയായിട്ടുള്ള ജില്ലാ സമ്മേളനങ്ങൾ 14 ജില്ലകളിൽ നടന്നുകൊണ്ടിരിക്കുന്നു. തിരുവനന്തപുരം ജില്ലാ സമ്മേളനം ഇന്നും നാളെയുമായിട്ട് നടക്കുകയാണ്. ഇന്നിവിടെ ഈ വർക്ക്ഷോപ്പും നാളെ പ്രതിനിധി സമ്മേളനം നെടുമങ്ങാട് മുനിസിപ്പൽ ടൗണിലാണ്. സംഘടനയുടെ സമ്മേളനത്തോടനുബന്ധിച്ച് ഇങ്ങനെയൊരു വിഷയം തെരഞ്ഞെടുത്തത് എന്ത് എന്നുള്ളതിനെ സംബന്ധിച്ച് പലർക്കും സംശയമുണ്ടാകും. ഇങ്ങനെയൊരു വിഷയം നമ്മൾ ആദ്യമായിട്ടല്ല ചർച്ച ചെയ്യുന്നത്. 2018 സുപ്രീം കോടതി അതിന്റെ ആദ്യ ഉത്തരവ് പുറപ്പെടുവിച്ചപ്പോൾ തന്നെ ആ വർഷം മെയ് മാസത്തിൽ തിരുവനന്തപുരത്തെ പ്രിയദർശിനി ഹാളിൽ വെച്ച് നടന്ന ഒരു സമ്മേളനത്തില് ഈ വിഷയം നമ്മൾ ചർച്ച ചെയ്തിരുന്നു. അതിപ്പോ രാജഗോപാൽ സാർ ഓർക്കുന്നുണ്ടോന്ന് അറിയില്ല. സാറാണ് ആ 2018 പ്രിയദർശിനി ഹാളിൽ നമ്മുടെ വേദിയിൽ ഈ വിഷയത്തെക്കുറിച്ച് സംസാരിച്ചത്. കൂടാതെ ലിംസിന്റെ പുതിയ ഫൈസൽ ഖാൻ ഉണ്ടായിരുന്നു, അഡ്വക്കേറ്റ് ഇന്ദിരാ രവീന്ദ്രൻ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങളുടെ സംഘടനാ ഭാരവാഹികളെല്ലാം ആ യോഗത്തിൽ സംസാരിച്ചു. അപ്പൊ ലിവിംഗ് ബില്ലിനെ സംബന്ധിച്ച് ആദ്യ സുപ്രീം കോടതി ഉത്തരവ് വന്നപ്പോൾ മുതൽ ഈ വിഷയത്തോടൊപ്പമുണ്ട് സീനിയർ സിറ്റിസൺ സർവീസ് കൗൺസിൽ. പിന്നീട് പലവിധ പ്രചാരണ പരിപാടികളിൽ കൂടി, ലേഖനങ്ങളിൽ കൂടി, ചർച്ചകളിൽ കൂടി ഇത് സജീവമാക്കി നിർത്താൻ ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. 2023 കോടതി വിധിയോടെ ഈ വിഷയം കൂടുതൽ സജീവമായി രാജ്യത്ത് ചർച്ച ചെയ്യപ്പെട്ടു. 2024 ഫെബ്രുവരി മാസത്തില് ഇതൊരു സംസ്ഥാന തല ചർച്ചാ വിഷയമായിട്ട് ഞങ്ങൾ ഏറ്റെടുക്കുകയും ആലുവായിൽ വെച്ച് കൂടിയ ഒരു നേതൃപരിശീലന ക്യാമ്പിൽ ലിവിംഗ് ബിൽ ക്യാമ്പയിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നടത്തുകയും ചെയ്തു. നമ്മുടെ മുൻ മന്ത്രി ശ്രീ മുല്ലക്കര രത്നാകരനാണ് അത് ഉദ്ഘാടനം നടത്തിയത്. സ്റ്റേറ്റ് ലീഗൽ സർവീസ് അതോറിറ്റിയുടെ പരിപൂർണ പിന്തുണയോടുകൂടിയാണ് നമ്മൾ നടത്തിയത്. ലിവിംഗ് ബില്ലിന്റെ വരുംവരാഴികകളെ കുറിച്ച്, അതിന്റെ പ്രത്യാഘാതങ്ങളെ കുറിച്ച്, അത് സമൂഹത്തിലെ ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ, ഉണ്ടാക്കാൻ സാധ്യതയുള്ള മാറ്റങ്ങളെ കുറിച്ചല്ല, ജനങ്ങളെ ബോധവൽക്കരിക്കുക എന്നുള്ളതാണ് ആദ്യ കടമ എന്ന് ഞങ്ങൾ കരുതുന്നു. കാരണം ഇത് എത്ര എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു വിഷയമാണ്. എല്ലാ കാര്യത്തിലും ഏറ്റവും മുൻപിലാണെന്ന് അഭിമാനിക്കുന്ന കേരളത്തിൽ സർക്കാർ തലത്തിൽ ഇത് നടപ്പിലാക്കാനുള്ള നടപടികളിലേക്ക് കടന്നിട്ടില്ല എന്ന് വേണം കരുതാൻ. നമ്മുടെ തൊട്ടയൽ സംസ്ഥാനമായ കർണാടകയിൽ ഇത് നടപ്പിലാക്കി തുടങ്ങി. അപ്പൊ നമ്മുടെ സംസ്ഥാനം ഇത് വളരെ പെട്ടെന്ന് തന്നെ നടപ്പാക്കാനുള്ള സർക്കാർ നടപടികൾ തുടങ്ങണം എന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്. ഇത് അത്ര എളുപ്പമുള്ള ഒരു കാര്യമാണെന്ന് സംഘടന വിശ്വസിക്കുന്നില്ല, നമ്മൾ ആരും വിശ്വസിക്കുന്നില്ല. കാരണം ഇത് പല കോണുകളിൽ നിന്നുള്ള എതിർപ്പ് പലതരത്തിലുണ്ടാവും. മരണം ഇന്നിപ്പോ ഒരു ബിസിനസ്സാണ്. അപ്പൊ ആ ബിസിനസ് നടത്തുന്ന ആതുരാലയങ്ങൾ, അതിന് സാന്നിധ്യം വഹിക്കുന്നവരെല്ലാം ഒരു പക്ഷേ ഇതിനെ എതിർത്തേക്കാം, അതിനോട് താല്പര്യമുള്ളവരും എതിർത്തേക്കാം.
പിന്നെ നമ്മുടെ സാമൂഹ്യമായി കുടുംബപരമായൊക്കെ ഉള്ള നമ്മുടെ വിശ്വാസങ്ങൾ, അതിനെയെല്ലാം തകർക്കേണ്ടതുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള സർക്കാരിനെ ഇതിലേക്ക് കൊണ്ടുവരുവാനുള്ള പരിശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് വളരെ വ്യാപകമായി സംസ്ഥാനത്തൊട്ടാകെ ചെറുതും വലുതുമായ ഇത്തരം ശില്പശാലകൾ ഞങ്ങൾ സംഘടിപ്പിക്കുന്നു. തൃശ്ശൂരും പാലക്കാടും വയനാട് തുടങ്ങിയ ജില്ലകളിലെല്ലാം ഒരു ഏകദിന ശില്പശാല ഇതിനെ സംബന്ധിച്ച് വെച്ചിരുന്നു. മറ്റ് ജില്ലകളിലുമുണ്ട്. കോട്ടയത്ത് നടക്കുന്ന സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ച് ഇത് പ്രധാന വിഷയമാക്കി ഞങ്ങൾ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുകയാണ്. അതുകൊണ്ടാണ് ഈ തിരുവനന്തപുരം ജില്ലാ സമ്മേളനത്തിന്റെ ആദ്യത്തെ ദിവസം ഇതിനു വേണ്ടി മാത്രമായി മാറ്റിവെക്കണം എന്ന് ഞങ്ങൾ തീരുമാനിച്ചു. കാരണം ഇത് ഒരുപാട് പ്രത്യാഘാതങ്ങൾ ഉളവാക്കുന്ന ഒരു കാര്യമാണ്. കുടുംബ ബന്ധങ്ങളില്, സാമൂഹ്യ ബന്ധങ്ങളില്, അതുപോലെ തന്നെ സാമ്പത്തിക ബന്ധങ്ങളിലൊക്കെ കുറെ മാറ്റങ്ങൾ വരുത്തുന്ന ഈ കാര്യത്തില് സർക്കാരിനെ അടിയന്തിരമായി അവരുടെ ശ്രദ്ധ തിരിക്കുക, അവരെ അതിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ഞങ്ങൾ ലക്ഷ്യമിടുന്നത്. ഈ ലിവിംഗ് ബില്ലിന്റെ ഉള്ളിലേക്ക് ഞാൻ കിടക്കുന്നില്ല. നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട പരമപ്രജ്ഞരായ മഹാവ്യക്തികൾ ഇവിടെ അതൊക്കെ പറയാനുള്ളത് കൊണ്ട് ഞാൻ ആ വിഷയങ്ങളിലേക്ക് ഒന്നും കിടക്കുന്നില്ല. അപ്പോൾ നമ്മുടെ സംഘടനയുടെ ഈ പരിശ്രമത്തിന് നമുക്ക് ഒത്തുചേർന്ന് നമ്മുടെ ജില്ലയിൽ ഇതിന് തുടക്കം കുറിക്കാം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് നിങ്ങളെ എല്ലാവരെയും സംസ്ഥാന കമ്മിറ്റിക്ക് വേണ്ടി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. നമസ്കാരം. നമ്മുടെ ഈ ശില്പശാലയെ കുറിച്ച് ഞങ്ങൾ ആലോചിച്ചപ്പോഴേ ഞങ്ങളുടെ മനസ്സിൽ ആദ്യം വന്ന പേരുകാരെല്ലാം ഇവിടെയുണ്ട്. ഇത് ഉദ്ഘാടനം ചെയ്യാൻ നമ്മുടെ ഏറ്റവും ബഹുമാനപ്പെട്ട വിജയാനന്ദ് സാർ തന്നെ വരണം എന്ന് ഞങ്ങൾക്ക് നിർബന്ധമുണ്ടായിരുന്നു. വളരെ വർഷങ്ങളായി സംഘടനയും അദ്ദേഹവുമായി ബന്ധമുണ്ട്. നമ്മുടെ വേദികളിലൊക്കെ അദ്ദേഹം വരാറുണ്ട്. കഴിഞ്ഞ വർഷം കൊല്ലം ജില്ലയിൽ നടന്ന സംസ്ഥാന സമ്മേളനത്തിൽ അവിടെ ഈ വിഷയത്തെക്കുറിച്ചല്ല, വയോജന മേഖലയിലെ പ്രശ്നങ്ങളെ സംബന്ധിച്ച് അദ്ദേഹം അവിടെ പ്രഭാഷണം നടത്തി. കൊല്ലത്തെ പത്രങ്ങളിലൊക്കെ നല്ലപോലെ ആ വാർത്തകളെല്ലാം വന്നിരുന്നു. അപ്പോൾ നമ്മുടെ സാമൂഹ്യ മാറ്റങ്ങളെയൊക്കെ സശക്തം വീക്ഷിക്കുന്ന ആളാണ് അദ്ദേഹം. 1982 മുതൽ ഞാൻ ബ്ലോക്ക് ഡെവലപ്മെന്റ് ഓഫീസറും അദ്ദേഹം കൊല്ലം ജില്ലാ കളക്ടറുമായിരുന്ന കാലം മുതൽ ഉള്ള വ്യക്തിബന്ധവും കുടുംബ ബന്ധവുമാണ് ഞങ്ങൾ തമ്മിൽ ഉള്ളത്. അപ്പൊ ഇത്തരം വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്യാനും അതിനകത്തെ സാമൂഹിക മുന്നേറ്റത്തിന് ഉതകുന്ന തരത്തിലുള്ള നിലപാടുകൾ കൈക്കൊള്ളാനും പ്രചരിപ്പിക്കാനും എന്തെല്ലാം പ്രതിബന്ധങ്ങളുണ്ടെങ്കിലും അതിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്ന അദ്ദേഹം തന്നെ ഇതിന്റെ ഉദ്ഘാടനത്തിന് വരണം എന്ന് ഞങ്ങൾക്ക് നിർബന്ധമുണ്ടായി. അപ്പൊ അദ്ദേഹത്തെ വിളിച്ചപ്പോൾ എന്തായാലും 16 നോട്ട് ചെയ്തു. പിന്നെ പുറത്തെങ്ങാനും പോകേണ്ടി വന്നാൽ ഒരു പക്ഷേ കാണില്ല എന്ന് പറഞ്ഞിരുന്നു. എന്തെങ്കിലും സാധ്യതയുണ്ടെങ്കിൽ സാർ എത്തിച്ചേരുമെന്ന് ഞങ്ങൾക്ക് വിശ്വാസമായിരുന്നു. അദ്ദേഹം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അതുപോലെ രാജഗോപാൽ സാറ് 2012 ഓൾ ഇന്ത്യ സീനിയർ സിറ്റിസൺസ് കോൺഫെഡറേഷന്റെ ദേശീയ സമ്മേളനം തിരുവനന്തപുരത്ത് നടത്തിയപ്പോൾ അതിലെ നമ്മളോടൊപ്പം അദ്ദേഹം ഉണ്ടായിരുന്നു. അതിനുശേഷം 2014 പാലിയേറ്റീവ് കെയറിനെ സംബന്ധിച്ച് ഒരു ദേശീയ ശില്പശാല നമ്മൾ തിരുവനന്തപുരത്ത് വെച്ച് നടത്തി. അതിലും അതിന്റെ പ്രധാനപ്പെട്ട ഒരു ചുമതലക്കാരനും അതിന്റെ റിസോഴ്സ് പേഴ്സൺസിനെയൊക്കെ നമുക്ക് പരിചയപ്പെടുത്തുകയും ആ പാലിയേറ്റീവ് കെയർ വർക്ക്ഷോപ്പ് ദേശീയ തലത്തിലുള്ള ശില്പശാല വളരെ നന്നായി നടത്താൻ ഞങ്ങളെ സഹായിച്ച വ്യക്തിത്വമാണ് അദ്ദേഹം. അദ്ദേഹവും വളരെ വർഷങ്ങളായിട്ട് നമ്മളുമായിട്ടൊക്കെ വ്യക്തിപരമായും സംഘടനാപരമായിട്ടും ഒക്കെ ബന്ധമുള്ള ആളാണ്. അതുപോലെ പാലിയേറ്റീവ് കെയർ വർക്ക്ഷോപ്പിലെ ഒരു പ്രധാനപ്പെട്ട അവതാരകനായിരുന്ന ഡോക്ടർ CV പ്രശാന്ത്, അദ്ദേഹവും നമ്മുടെ സംഘടനയുടെ വേദികളിൽ നമ്മളോടൊപ്പം വന്നു ചേർന്നിട്ടുണ്ട്. അതുപോലെ അഡ്വക്കേറ്റ് J. സന്ധ്യ, ലിവിംഗ് ബില്ലിന്റെ നിയമപരമായ കുറെ പ്രശ്നങ്ങളുണ്ട്. അപ്പൊ അതെല്ലാം പ്രതിപാദിക്കാൻ പറ്റിയ മഹത് വ്യക്തിയാണ് അവര്. നമ്മുടെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ N. അനന്തകൃഷ്ണൻ എത്തിച്ചേർന്നിട്ടുണ്ട്. LPG ഇന്ത്യയുടെ പ്രതിനിധിയുണ്ട്. അപ്പം അവരെല്ലാം നമ്മളോട് ഈ വിഷയത്തെ സംബന്ധിച്ച് സംസാരിക്കും. ഈ ലിവിംഗ് ബില്ലിന് ഒരു ഫോമുണ്ട്, വിൽപത്രം എഴുതാൻ. ആ ഫോം ഇംഗ്ലീഷിലും മലയാളത്തിലുമുള്ള കോപ്പി നമ്മളിതിന്റെ പുറത്ത് സൂക്ഷിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഈ പ്രഭാഷണങ്ങളൊക്കെ കേട്ടിട്ട് താല്പര്യമുള്ളവർ അതിന്റെ പ്രത്യാഘാതങ്ങളൊക്കെ മനസ്സിലാക്കി, അല്ലെങ്കിൽ അത് ആ ഫോം കാണാൻ വേണ്ടിയെങ്കിലും നിങ്ങൾക്ക് ഫോം ഇവിടെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിപ്പോൾ ഉടനെ ഇവിടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നില്ല. നിങ്ങൾ അതിന്റെ പ്രസംഗങ്ങൾ കേട്ടിട്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അത് വാങ്ങിയാൽ മതി. എന്തായാലും അതിവിടെ സൂക്ഷിച്ചിട്ടുണ്ട് ആ ഫോം.
അപ്പൊ നമ്മൾ വെറുതെ പ്രസംഗം മാത്രമായിട്ട് പോകണ്ട, നമുക്ക് അതിലേക്ക് വരണം. അത് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അതിലേക്ക് നമുക്ക് നമ്മുടെ ജനങ്ങളെ കൊണ്ടുവരാനുള്ള ഒരു ആദ്യ പടിയായി തിരുവനന്തപുരം ജില്ലയിലെ ഈ വർക്ക്ഷോപ്പിനെ കാണുന്നു. ഇതിനു മുമ്പും ഈ ടീം തന്നെ, നമ്മുടെ രാജഗോപാൽ സാർ തന്നെ തിരുവനന്തപുരത്തെ പല വേദികളിൽ ഈ വിഷയം അവതരിപ്പിച്ചിട്ടുണ്ട്. എന്തായാലും കൂടുതൽ ആളുകളിലേക്ക് ഇത് എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം. അതിനനുസരിച്ച് നമുക്ക് പ്രവർത്തിക്കാം. ഈ വർക്ക്ഷോപ്പ് ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട എസ് എം വിജയൻ സാറിനെ ബഹുമാനപൂർവ്വം ക്ഷണിക്കുന്നു.